നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അഹാന കൃഷ്ണ ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇൻഫ്ലുവൻസർമാരിൽ പ്രധാനിയാണ്. ഇന്നൊരു മുൻനിര സിനിമാ താരത്തിനുള്ളതിനേക്കാൾ ആരാധകർ അഹാനയ്ക്കുണ്ട്. നടിയായി ശ്രദ്ധിക്കപ്പെടാനായില്ലെങ്കിലും ഇൻഫ്ലുവൻസറായി അഹാന കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചു. സിനിമകൾ കുറവാണെങ്കിലും വ്ളോഗർ, കണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ എന്നീ രീതികളിലെല്ലാം സജീവമാണ് അഹാന. നടിയുടെ പ്രധാന വരുമാന സ്രോതസ്സും സോഷ്യൽ മീഡിയ തന്നെയാണ്. ആരാധകർ ആഘോഷമാക്കിയ സംഭവമായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടേത്. മൂത്ത മകളായ അഹാനയുടെ വിവാഹം എപ്പോഴാണ് എന്നാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത്. ഇപ്പോഴിതാ അതിന് മറുപടി നൽകുകയാണ് കൃഷ്ണകുമാർ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം. ആർക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു അവർക്ക് ചെയ്യാം, ആരെ വേണമോ കഴിക്കാം, അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. വേറെ ആരൊക്കെയോ ആയിട്ട് പ്രേമമുണ്ടായിരുന്നു എന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഇന്ന ആളെ കല്യാണം കഴിക്കണമെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ ഓക്കെ പറയുന്നു. എനിക്ക് ചെറിയ കല്യാണം മതി, 100 പേരെ വിളിക്കുന്നുള്ളൂ, അപ്പോൾ അച്ഛൻ 5 പേരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് അച്ഛനും അമ്മയും ഒന്നും ചിലവാക്കേണ്ട, ഞങ്ങൾ ചിലവാക്കാം എന്നാണ്. അഹാന കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന്. ഞാൻ പറഞ്ഞു, മറ്റേ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? മക്കൾ ഓരോരുത്തരും കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. വളരെ ഈസി ആയില്ലേ? എന്താവശ്യമുണ്ടെങ്കിലും ഇപ്പോഴേ എനിക്ക് ഇവരോടൊക്കെ പറയാം. അശ്വിൻ അത് ചെയ്തേക്കണേ, അർജുൻ അങ്ങനെയാണേ, നിമിഷ് ഇങ്ങനെയാണേ എന്നൊക്കെ. നിമിഷിന്റെ അച്ഛൻ രവിയും ഞാനുമായിട്ട് 33 കൊല്ലം മുമ്പുള്ള പരിചയമാണ്. പുള്ളി സിനിമയിലെ പ്രൊഡ്യൂസർ ആയിരുന്നു. അഹാനയും നിമിഷുമൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴാണ് നിമിഷിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അസാധാരണമായ വളർച്ചയാണ് നിമിഷിനുണ്ടായത്. നിമിഷിന്റെ അച്ഛന്റെ കുറെ മോഹങ്ങളുണ്ട്. പുള്ളി സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യനാണ്, പൈസ പോയ മനുഷ്യനാണ്. ആ മനുഷ്യന് അന്നെടുത്ത പ്രതിസന്ധിക്ക് ദൈവം കൊടുക്കുന്ന സക്സസ് മക്കളിലൂടെ ആയിരിക്കും. എക്സലന്റ് സക്സസ് കൊടുത്തിരിക്കുന്നു. ഞാൻ വളരെ പരിമിതമായിട്ടാണ് നിമിഷുമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. വെരി ഹംബിൾ, സിമ്പിൾ വ്യക്തിയാണ്. അച്ഛനമ്മമാരുടെ ക്വാളിറ്റി ആയിരിക്കും അതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ആദ്യം സിനിമയിൽ വന്നത് അഹാന തന്നെയാണ്. ഇവർക്കൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്, എങ്കിലും ഈ പൊട്ടൻഷ്യലും ടാലന്റും അനുസരിച്ചുള്ള സിനിമകൾ വന്നില്ല. ഒരു സൈഡിൽ അപ്പുറത്ത് ഞാൻ സിനിമയിലെ വലിയ ആഗ്രഹങ്ങളായിട്ട് വന്നതാണ്. എല്ലാവരും ആഗ്രഹങ്ങളായിട്ട് വരുന്നതായിരിക്കും. കുറെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു കൃഷ്ണകുമാർ വലുതായൊന്നും ആയില്ല, പക്ഷേ കൃഷ്ണകുമാർ എങ്കിലും ആയാൽ മതി എന്ന് പറഞ്ഞ് കുറച്ചു പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതിലങ്ങ് നേരത്തെ സമാധാനം കണ്ടെത്തി. അഹാനയ്ക്ക് വലിയൊരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇഷാനി നാച്ചുറൽ ആക്ടറാണ്. ഇപ്പോൾ 2 സിനിമയിൽ അഭിനയിച്ചു. ഈ 2ലും വളരെ പരിമിതമായ ക്യാരക്ടറാണ്, അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉള്ള സാധ്യത ഒന്നുമില്ലായിരുന്നു. ഇഷാനി സ്ക്രീനിൽ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പയർനെസ് ഉണ്ട്. പ്രിപ്പയർനെസ്സും അവസരവും വരുമ്പോഴാണ് ഗുഡ് ലക്ക് ഉണ്ടാകുന്നത്. അത് സംഭവിക്കും. അഹാന വേറൊരു തലത്തിലാണ് പോകുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷിനെ ആയിരുന്നു ദിയ വിവാഹം ചെയ്തത്. പാർട്ട്ണറിനെ തിരഞ്ഞെടുത്തത് മുതൽ എല്ലാ കാര്യങ്ങളും ദിയ സ്വന്തമായാണ് ചെയ്തത്. കല്യാണത്തിലെ ചടങ്ങുകളെല്ലാം തീരുമാനിച്ചത് ദിയയും അശ്വിനുമായിരുന്നു. മകളുടെ വിവാഹത്തെക്കുറിച്ചും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. എന്റെ അച്ഛനായിരുന്നു വീട്ടിലെ മൂത്തയാൾ, പക്ഷേ ഏറ്റവും ഒടുവിലായിരുന്നു അച്ഛന്റെ കല്യാണം. ചേട്ടനേക്കാൾ മുൻപേ കല്യാണം കഴിച്ചത് ഞാനാണ്. 36 വയസ്സിലായിരുന്നു പുള്ളിയുടെ കല്യാണം. ഞാൻ അതിനും 10 വർഷം മുന്നേ കല്യാണം കഴിച്ചു. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചു. അഹാനയ്ക്ക് മുന്നേ ഓസി കല്യാണം കഴിച്ചു. എന്നെ സംബന്ധിച്ച് അതൊരു സ്വാഭാവിക സംഭവമായിരുന്നു. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കല്യാണം കഴിക്കാം, ആര് വേണമെങ്കിലും കഴിക്കാം, അതിലൊന്നും എനിക്കൊരു വിയോജിപ്പുമില്ല. ദിയയ്ക്ക് വേറെ ആരോ ആയിട്ട് പ്രണയമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയായി ഞാനും അത് കണ്ടിരുന്നു. 100 പേരെ വിളിക്കത്തുള്ളൂ, പിന്നെ ചിലവ് നിങ്ങൾ ചിലവാക്കേണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. എല്ലാവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇക്കാര്യം നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണമെന്ന് പറഞ്ഞിരുന്നു അവരോട്. കല്യാണം നടക്കണം, സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവരെയും അറിയിക്കാൻ എളുപ്പമാണല്ലോ. 5 പേരെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടനും ഭാര്യയും മകളും പിന്നെ 2 സുഹൃത്തുക്കളും, അതോടെ 5 പേർ തീരും. അതാണ് കല്യാണം കഴിഞ്ഞ് വലിയ പരാതി വന്നത്. സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും ആളുകളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരുമായും സൗഹൃദത്തിലാണ് ഞാൻ. തിരുവനന്തപുരത്തെ വലിയ കുടുംബമാണ് ഞങ്ങളുടേത്. കോവിഡ് കാലത്ത് 25 പേരെ വിവാഹത്തിന് പങ്കെടുക്കാവൂ എന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അതിൽ പെടല്ലേ എന്ന ആളുകൾ പ്രാർത്ഥിച്ച സമയമുണ്ടായിരുന്നു. ദിയയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറെ നമ്മളോടൊക്കെ ഒരു വാക്ക് പറയാമായിരുന്നു കേട്ടോ എന്ന് പരാതി പറഞ്ഞവരും ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് കല്യാണങ്ങൾക്ക് വിളിച്ചവരൊക്കെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു. അതിൽ നിന്നും പഠിച്ചവരാണ് ഞങ്ങൾ. 1 രൂപ കടമില്ലാതെ അത്യാവശ്യം നന്നായി തന്നെ കല്യാണം നടത്തി.
മക്കളുടെ കല്യാണം നടത്തി ബുദ്ധിമുട്ടിലായവരുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? പണമില്ലെങ്കിൽ ചുരുങ്ങിയ രീതിയിൽ നടത്തുക, പണമില്ലെങ്കിൽ ഇല്ലെന്ന് പറയാൻ എന്തിനാണ് മടിക്കുന്നത് എന്നുമായിരുന്നു കൃഷ്ണകുമാർ ചോദിച്ചത്. അതേസമയം മാസങ്ങൾക്ക് മുൻപ് അഹാന ഇൻസ്റ്റഗ്രാമിൽ തന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ പലർക്കും ഇത് അത്ഭുതമായി. അഹാനയ്ക്കിനി എക്സ്ക്ലൂസീവായി എന്താണ് ആരാധകർക്ക് മുൻപിൽ എത്തിക്കാനുള്ളത് എന്നാണ് പലരുടെയും ചോദ്യം. വീട്ടിലെ റംബൂട്ടാൻ മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനയ്ക്ക് കണ്ടന്റ് ആയിരുന്നു. മാത്രവുമല്ല 299 രൂപ മാസം നൽകി അഹാനയിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യവുമുണ്ട്. അതേസമയം അഹാന വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നാണ് മറ്റൊരു വാദം. അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന അഭ്യൂഹം കുറെ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. വിവാഹത്തിന്റെ ഫോട്ടോകളും മറ്റും എക്സ്ക്ലൂസീവ് കണ്ടന്റായി സബ്സ്ക്രൈബേഴ്സിന് മുൻപിൽ എത്തിക്കാനായിരിക്കും അഹാനയുടെ പ്ലാൻ എന്നാണ് മറ്റൊരു വാദം. അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് അഹാനയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണാനാകില്ലേ എന്ന ചോദ്യവുമുണ്ട്. പൊതുവെ തന്റെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ അഹാന പങ്കുവയ്ക്കാറില്ല. സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഏറെ നാളായി ഗോസിപ്പുകളുണ്ട്. ഇതേക്കുറിച്ച് ഇതുവരെയും അഹാന തുറന്ന് സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ വിവാഹത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുക. എന്നാൽ തന്നെ ഈ നിലയിൽ എത്തിച്ച ആരാധകരെ അഹാന മാറ്റി നിർത്താൻ ഇടയില്ല. ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അഹാന എപ്പോഴും സംസാരിക്കാറുണ്ട്. അഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയത് തന്നെയാണ്. എന്നാൽ അടുത്ത വിവാഹം അഹാനയുടേതാകാനാണ് സാധ്യതയെന്ന് കഴിഞ്ഞ വർഷം സിന്ധു കൃഷ്ണ തന്നെ പറഞ്ഞിരുന്നു. അഹാന ഉടനെ വിവാഹിതയായേക്കുമെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ദിയാകൃഷ്ണയും പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും വളരെ സ്വകാര്യമായ ചില കാര്യങ്ങൾ അഹാന ബ്ലോഗുകളിലോ പോസ്റ്റുകളിലോ പങ്കുവയ്ക്കാറില്ല. നിമിഷ് രവിയെ അഹാനയുടെ വ്ലോഗുകളിലും കാണാറില്ല. അഹാനയുടെ സഹോദരി ഇഷാനി കൃഷ്ണയും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അതേസമയം ദിയാകൃഷ്ണ തന്റെ പ്രണയത്തെക്കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചും എല്ലാം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സ്ലീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെ 2014 അഹാന അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് വളരെ കുറച്ച് സിനിമകളിലെ അഹാനയെ കണ്ടിട്ടുള്ളൂ. അടി, നാൻസി റാണി എന്നീ സിനിമകളിലാണ് അഹാന കൃഷ്ണയെ അവസാനമായി നായികയായി കണ്ടത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.